നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അശ്വിൻ ജയകൃഷ്ണൻ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് IVF ചികിത്സയെക്കുറിച്ചാണ്. IVF ചികിത്സ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ അണ്ഡവും പുരുഷന്മാരുടെ ബീജവും കൂടെ യോജിച്ച് ഭ്രൂണത്തിൻ്റെ രീതിയിൽ യൂട്രസിനകത്ത് തിരിച്ച് നിക്ഷേപിക്കുന്ന പ്രൊസീജിയറിനെയാണ് ഈ IVF എന്ന് പറയുന്നത്. IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾസ് നോർമലി നാച്ചുറലി കൺസീവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാറ്റഗറി കപ്പിൾസ് പ്രിഫർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ IVF എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും IVFനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ആക്ച്വലി IVFൽ സംഭവിക്കുന്നത്, എന്താണ് ലാബ് വർക്ക്, എന്താണ് ലാബിൽ ആക്ച്വലി സംഭവിക്കുന്നത്, എന്താണ് ഒരു എംബ്രിയോളജിസ്റ്റ് റോൾ എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. IVF ട്രീറ്റ്മെൻറ്റ് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ എടുത്ത് പറയുവാണെങ്കിൽ നോർമലി ഒരു 10 to 12 days ആണ് സ്ത്രീകളിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ടാവുന്നത്. ഇഞ്ചെക്ഷൻസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ 2 ഓവറീസിൽ മാക്സിമം നമ്പർ ഓഫ് ഫോളിക്കിൾസ് വളർത്താൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ നാച്ചുറലി അല്ലെങ്കിൽ ഒരു IUI ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്ന ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. ആ സെയിം തരത്തിലുള്ള ഇഞ്ചെക്ഷൻസിൻ്റെ കുറച്ചുകൂടെ ഡോസ് കൂട്ടിയാണ് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. മെയിൻലി കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസിൻ്റെ 2 ഇഞ്ചെക്ഷൻസിൻ്റെ പേര് FSH പിന്നെ HMG ഇഞ്ചെക്ഷൻ. ഈ 2 ഇഞ്ചെക്ഷൻസാണ് നമ്മൾ IVFന് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ്. ഇത് രണ്ടും അല്ലാതെ തന്നെ മൂന്നാമതൊരു ഇഞ്ചെക്ഷൻ ഉണ്ട്, നമ്മൾ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ അഗോണിസ്റ്റ് എന്ന് പറയും. ആ ഒരു ഇഞ്ചെക്ഷൻസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എഗ്സ് നമ്മൾ FSH അല്ലെങ്കിൽ HMG കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് വളർത്തുന്ന എഗ്സ് നേരത്തെ റപ്ചർ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു IVF സൈക്കിൾ നമ്മുടെ ഒരു കൺട്രോളിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. അപ്പം ഈ ഇഞ്ചെക്ഷൻസ് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മുതൽ 12 ദിവസം വരെ കാണും. ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ഏകദേശം 3 ദിവസം ഒരിക്കൽ സ്കാനിങ് കാണും. സ്കാനിങ്ങിലൂടെ നമ്മൾ ഫോളിക്കുലർ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ മെയിൻലി അസസ് ചെയ്യുന്നത്. അപ്പോൾ ഫോളിക്കിൾ സൈസ് 2 ഓവറീസിൽ മെയിൻലി ഒരു 18 millimeter ആകുമ്പോഴാണ് ഒരു മെച്യൂർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നമ്പർ മെച്യൂർ ഫോളിക്കിൾസ് എത്തിയതിന് ശേഷമാണ് നമ്മൾ അനസ്തീഷ്യയിലൂടെ എഗ്സിന്ന് നമ്മൾ ആ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യും, ഓവറിയുടെ ഫോളിക്കുലർ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യും. എന്നിട്ട് അതിനുള്ളിലുള്ള എഗ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ലാബിലിരിക്കുന്ന എംബ്രിയോളജിസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പം എഗ്സിൻ്റെ ഒരു മെച്യൂരിറ്റിയും കൂടെ അപ്പോൾ അവർ അസസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു മെച്യൂർ എഗ് എന്ന് പറയുന്ന ഒരു M2 oocyte എന്ന് പറയും. M2 oocyte ആണ് മെച്യൂർ ഫോം എന്ന് പറയുന്നത്. ചിലപ്പോൾ മേ ബി ഒരു അഡ്വാൻസ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു AMH കുറവാകുന്നൊരു കാറ്റഗറി സ്ത്രീകളിൽ ചിലപ്പോൾ എഗ്സ് അത്ര മെച്യൂർ ആയിരിക്കില്ല. അപ്പോൾ ഇമ്മച്യൂർ oocytes ആവാം, അല്ലെങ്കിൽ അവർക്ക് ജെമിനൽ വെസിക്കിൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാറ്റഗറി എഗ്സ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നല്ല ക്വാളിറ്റി എഗ്സാണ് മാത്രമാണ് നമ്മൾ IVFന് യൂസ് ചെയ്യുന്നത്. IVFിൻ്റെ മെയിൻലി ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെയിൻലി ആ എഗ്സും നമ്മുടെ സ്പേംസും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററിനുള്ളിൽ അതിൻ്റെ ഗ്രോത്ത് ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ട് ഏകദേശം നമ്മൾ 3ാമത്തെ ദിവസത്തെ ഒരു ഗ്രോത്തിലാണ് ഫസ്റ്റായിട്ട് ഒരു IVF ചെയ്യുന്ന ഒരാൾക്ക് 3ാമത്തെ ദിവസം ഗ്രോത്തിലാണ് നമ്മൾ തിരിച്ച് യൂട്രസിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ ദിവസത്തിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു എംബ്രിയോനെയാണ് നമ്മളൊരു Day 3 അല്ലെങ്കിൽ 8 cell എംബ്രിയോ എന്ന് പറയുന്നത്. ചില ആൾക്കാർ Day 3 അല്ല Day 5 ഗ്രോത്ത് എംബ്രിയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എംബ്രിയോ എന്ന് പറയും. അത് കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളതാണ്. ഗ്രോത്ത് കുറച്ചും കൂടെ നമ്മൾ ഇൻക്യുബേറ്ററിനുള്ളിൽ വെച്ച് തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ശേഷമാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആദ്യം Day 3 ട്രാൻസ്ഫർ ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ അതിലൊരു വിജയസാധ്യത ഇല്ലയെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ Day 5 മാറും, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ചിലപ്പോൾ ആദ്യം മുതലേ തന്നെ നമ്മൾ അവർ Day 5 ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ഈക്വൽ സക്സസ് റേറ്റ് ആണ് 2 തരത്തിലുള്ള കാറ്റഗറീസിലും. ഞാൻ Day 3 Day 5 എംബ്രിയോ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇനി സംസാരിക്കാനുള്ളത് എന്താണ് ഒരു നല്ല എംബ്രിയോ. നല്ല എംബ്രിയോ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെങ്ങനെ ഒരു നല്ല എംബ്രിയോ ആയിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. നല്ല എംബ്രിയോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള ഡിവിഷൻ, അതുപോലെ അതിനകത്തുള്ള സെൽസിൻ്റെ ഡിവിഷൻ എല്ലാം ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അകത്ത് അതിൻ്റെ ബോർഡേഴ്സിലൊന്നും പൊട്ടിപ്പ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും, അതൊന്നും കാണത്തില്ല. ഉൾഭാഗങ്ങൾ വാക്യുലേഷൻസ്, അതായത് കുമിളകൾ അങ്ങനെയൊന്നും കാണത്തില്ല. എല്ലാം കംപ്ലീറ്റ് സെൽ സർഫസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള എംബ്രിയോസിനാണ് നമ്മൾ ഒരു ഗ്രേഡ് കൊടുക്കുന്നത്. നമ്മൾ Grade 1 Grade 2 എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഗ്രേഡുള്ള എംബ്രിയോസാണ് ഈ ഒരു Grade 1 എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സക്സസ് റേറ്റ് ഉള്ളത്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, എത്ര നല്ല എംബ്രിയോ ആണെങ്കിലും IVF എന്നൊരു പ്രൊസീജിയറിൻ്റെ ഒരു വിജയസാധ്യത ഏകദേശം 50% എന്ന് വെച്ചാൽ 10 പേര് ഒരുമിച്ച് ഒരു IVF ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ 5 പേർക്കേ സക്സസ് ആവത്തുള്ളൂ. 100% അല്ല.
ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എത്ര നല്ല ക്വാളിറ്റി എംബ്രിയോ മെഡിസിൻസ് എല്ലാം നല്ലോണം കൊടുത്താലും ചിലപ്പോൾ ചില എംബ്രിയോസ് പിടിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് വീണ്ടും ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അടുത്ത ഒരു സൈക്കിളിൽ വീണ്ടും ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ അങ്ങനത്തെ രീതിയിലൊക്കെ ട്രയൽ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പേ നോക്കുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ നമ്മൾ വയറിൽ കൂടെ സ്കാൻ വെച്ച് നോക്കി യൂട്രസിനകത്ത് ചെറിയൊരു ട്യൂബ് കടത്തിയാണ് എംബ്രിയോ ഉള്ളിലോട്ട് നിക്ഷേപിക്കുന്നത്. നോർമലി അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ടോപ്പ് പോർഷൻ, അതായത് ഫണ്ടസിൽ നിന്നും ഒരു 1.5 സെൻറ്റിമീറ്റേഴ്സ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ഏറ്റവും തിക്കായിട്ടിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ എംബ്രിയോ നിക്ഷേപിക്കുന്നത്. അത് ചെറിയൊരു എയർ ബബിളായിട്ടാണ് കാണപ്പെടാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പൊസിഷനും കൂടെ നമ്മൾ സ്കാൻ വെച്ച് അതേസമയം ചെക്ക് ചെയ്യുന്നതാണ്. ഇത് ഏകദേശം ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ എംബ്രിയോ ട്രാൻസ്ഫർക്ക് എത്തിയിട്ട് പുറമെ നീക്കുന്നത്. അതിനുശേഷം ബാക്കി മെഡിസിൻസും ഇഞ്ചക്ഷൻസും കൂടെ കണ്ടിന്യൂ ചെയ്യും. 14 ഡേയ്സ് കഴിഞ്ഞിട്ട് β-HCG ടെസ്റ്റിങ്ങിലൂടെയാണ് പോസിറ്റീവാണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുന്നത്. സോ എന്തൊക്കെയാണ് IVF-നോട് സക്സസ് റേറ്റ് ബാധിക്കുന്നത്? ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി എംബ്രിയോ ആയിരിക്കണം, നല്ലൊരു ഗ്രേഡ് ആയിരിക്കണം, നല്ല ഗ്രേഡ് എംബ്രിയോ തന്നെ ആയിരിക്കണം. പിന്നെ ലൈനിങ്ങിൻ്റെ തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8-9 അബവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുന്നതായിരിക്കും. പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ തുടർച്ചയായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് ആണ് നമ്മൾ അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ലൈനിങ്ങിൻ്റെ കട്ടി കുറച്ചും കൂടെ കൂട്ടാൻ സാധിക്കുന്നത്. നമ്മൾ മെയിൻലി എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ എംബ്രിയോ അത് യൂട്രസിൻ്റെ ലൈനിങ്ങുമായിട്ട് ഒരു സിങ്ക് വന്നിട്ട് അതിൽ പിടിച്ച് ഗ്രോത്ത്, പിന്നെ ബാക്കിയുള്ള ഇത്രയും നേരം ഇൻക്യുബേറ്ററിൽ ഉണ്ടായ ഗ്രോത്തിൻ്റെ കണ്ടിന്യൂവേഷൻ യൂട്രസിനകത്തിട്ടിട്ടുള്ള ഗ്രോത്തായിട്ട് തന്നെ കണ്ടിന്യൂ വേണ്ടി വരും. പിന്നെ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം കെയർ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അഡിക്വേറ്റ് റെസ്റ്റ്, സ്ലീപ്പ്, ഹൈഡ്രേഷൻ, അങ്ങനത്തെ രീതിയിലൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെ അധികം സ്ട്രെസ് എടുക്കല്ല. നോർമൽ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ചെയ്യാം, വീട്ടു ജോലിയൊക്കെ ചെയ്യാം. ട്രാവലിംഗ് ആവുന്നതോളം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് പ്രഗ്നൻസി ഔട്ട്കംസിനെ ബാധിക്കും, അല്ലെങ്കിൽ പ്രഗ്നൻസി ഔട്ട്കംസിന് ഇതുകൊണ്ട് കുറച്ചും കൂടെ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡയറ്റ് എന്ന് പറയുവാണെങ്കിൽ നോർമൽ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. അധികം പുറത്തുനിന്നുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യണം. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസുള്ള എന്തെങ്കിലും ടൈപ്പ് ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് എല്ലാം സാധാരണ രീതിയിൽ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാം. സോ ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് പിന്നെ കുറച്ചും കൂടെ IVF സക്സസ് റേറ്റ് കൂട്ടുന്നു എന്ന് നമ്മൾ കാണപ്പെടുന്നത്. സോ ഈ ചാനലിലൂടെ ഞാൻ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ടോപ്പിക്സ്, IVF റിലേറ്റഡ് ടോപ്പിക്സ്, ലാപ്രോസ്കോപ്പിക് സർജറി വീഡിയോസ് എന്നിവയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഓൾസോ കമൻറ്റ് ബിലോ ഇറ്റ്, ആൻഡ് ഓൾസോ ഇഫ് പോസിബിൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അതിലൊന്ന് വിസിറ്റ് ചെയ്യൂ സമയം കിട്ടുമ്പം. താങ്ക് യു.